ഹലോ നമസ്കാരം, ഇലക്ട്രോണിക് മലയാളിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ വന്നിരിക്കുന്നത് മറ്റൊരു ഇലക്ട്രോണിക് സ്ക്രാപ്പ് ഐറ്റംസ് പോലത്തെ കുറച്ച് സാധനങ്ങൾ ഞാൻ വാങ്ങിയത് നിങ്ങളെ പരിചയപ്പെടുത്താനായിട്ടാണ്. ഇത് സ്ക്രാപ്പ് എന്ന് പറയാൻ പറ്റില്ല, കാരണം ഇത് ഞാൻ വാങ്ങിച്ചത് തിരുവനന്തപുരത്തുള്ളൊരു സ്ട്രീറ്റിൽ ഒരു ദിവസം പോയ സമയത്ത് ഒരു വഴിവക്കിൽ ഇങ്ങനെ ഐറ്റംസ് വിൽക്കുന്നൊരു പുള്ളിയെ കണ്ടു. അതായത് കട എന്നൊന്നും പറയാൻ പറ്റില്ല, ഷട്ടറുണ്ട്, കടയുണ്ട്, പക്ഷേ അതിന് ഒരു മേശയൊക്കെ വെച്ച് അതിന് മുകളിൽ ഈ സെക്കൻഡ് ഹാൻഡ് സാധനങ്ങളൊക്കെ വിൽക്കുന്ന ഒരു സെറ്റപ്പ്. അവിടുന്ന് വാങ്ങിയ കുറച്ച് സാധനങ്ങളാണ്. അപ്പം വർക്കിംഗ് ഗ്യാരണ്ടി ഉള്ളതിന് വില കൂടുതലാണ്. ഇത് ഡെഡ് ഓർ അലൈവ് ആസിറ്റീസ് എന്നുള്ള രീതിയിലാണ് സെല് ചെയ്യുന്നത് ഈ ഐറ്റംസൊക്കെ. അപ്പോൾ അങ്ങനെ എടുത്ത കുറച്ച് ഐറ്റംസാണ് ഈ കൂടിനകത്തുള്ളത്. ഞാൻ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്താം. ഞാൻ ഇത് വാങ്ങിയിട്ട് കുറേ കാലമായി കേട്ടോ. ഇതിപ്പോൾ എനിക്കൊരു 4 മാസം മുമ്പ് ഞാൻ വാങ്ങിയതാണ്. പക്ഷേ എനിക്ക് വീഡിയോ എടുക്കാൻ സമയം കിട്ടാത്തതുകൊണ്ടാണ് ഞാനിപ്പം വരെ ഇങ്ങനെ വെയിറ്റ് ചെയ്തത്. അപ്പോൾ ഞാൻ വാങ്ങിയ ഐറ്റംസ് ഇതെല്ലാം കൂടെ എനിക്ക് തോന്നുന്നു മൊത്തം കൂടെ എനിക്ക് ഏകദേശം 350 രൂപ 400 രൂപ കൊണ്ട് ചിലവായുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. 300 രൂപ അടുത്ത്. കാരണം ഇത് മാത്രമല്ല, എനിക്ക് വേറെ കുറച്ച് ഐറ്റംസ് ഞാൻ വാങ്ങിയായിരുന്നു ഞാൻ പിന്നീട് പോയപ്പം. അതും ഞാൻ ഇതുപോലെ ഒരിടത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു സമയത്ത് ഞാനത് വീഡിയോ എടുക്കാം. അപ്പോൾ ഇപ്പം നിലവിൽ ഇത്ര ഐറ്റംസ് നിങ്ങളൊന്ന് പെട്ടെന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയുള്ള വീഡിയോ ആണ്. അപ്പോൾ ഇതിനകത്ത് മെയിനായിട്ടുള്ള ഐറ്റംസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഒരുമിച്ച് ആക്കി വെക്കാം നിങ്ങൾക്ക് എളുപ്പത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ ഒന്ന് ക്വിക്കായിട്ട് പറയുകയാണെങ്കിൽ കുറച്ച് കേബിളുകളും കുറച്ച് അഡാപ്റ്ററുകളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ ഏതാണ്ട് അതൊക്കെ തന്നെ ഉള്ളൂ സംഭവം. കാര്യമായിട്ട് നമുക്ക് ഹെവി പർച്ചേസ് ഒന്നും പറയാനില്ല. ഇതിനകത്ത് ഏകദേശം ഇത്ര ഐറ്റംസാണ് വരുന്നത്. ഇത് കുറച്ച് വയറുകളെല്ലാം കൂടെ ജനറിക് ആയിട്ടുള്ള കുറച്ച് ഐറ്റംസ്. ഇതെല്ലാം കൂടെ 100-300 രൂപയായുള്ളൂ. ഇത്ര കാരണം ഓരോ ഐറ്റംസിനും നമ്മൾ പ്രത്യേകം വിലയാണ് അവർ പറയുന്നത്. നമുക്ക് വില ബാർഗെയിൻ ചെയ്യാം. അവർ പറയുന്ന വിലയ്ക്ക് തന്നെ എടുക്കണമെന്നില്ല, ബാർഗെയിൻ ചെയ്ത് വാങ്ങാം. ബാർഗെയിൻ നിങ്ങളുടെ കഴിവനുസരിച്ച് അവർ റേറ്റ് കുറയ്ക്കും. കാരണം ഇതൊക്കെ പല ഐറ്റംസും ഡെഡ് ഓർ അലൈവ് എന്നുള്ള രീതിയിലാണ് തരുന്നത്. വർക്കിംഗ് ഗ്യാരണ്ടി ഉള്ള ഐറ്റംസ് ഉണ്ട്. അവർ വർക്കിംഗ് ആണെന്ന് കൺഫേം പറയുന്ന ഐറ്റംസിന് നമുക്ക് ബാർഗെയിൻ ചെയ്താൽ ഒരു പരിധിക്കുള്ള വില കുറയ്ക്കാൻ പറ്റത്തില്ല. പക്ഷേ ഇങ്ങനത്തെ ഐറ്റംസ് അവർ ഇത് പ്രത്യേകിച്ച് ഈ ഐറ്റം ഇതൊക്കെ എന്ന് വെച്ചാൽ ഡെഡാണ്. അപ്പം ഡെഡ് ആണെന്ന് വെച്ചാൽ നമുക്കൊരു പരിധിക്കുള്ളിൽ താഴാൻ പറ്റില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അവർ തന്നെ പറയും ബാറ്ററി മാറിയിട്ട് വർക്കാവും എന്ന് അവരങ്ങ് പറയും. ഇതും അതുപോലെ തന്നെ ഒരു പരിധിക്കുള്ളൊന്നും ബാർഗെയിൻ ചെയ്യാൻ നമുക്ക് റേറ്റ് കുറച്ച് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ബട്ട് എനിവേ ഡെഡായിട്ടുള്ള ഐറ്റംസിൻ്റെ റേറ്റ് കുറവാണ് എന്നൊരു കൺസിഡറേഷൻ കിട്ടുമെന്ന് മാത്രം. അപ്പോൾ എന്തായാലും നമുക്ക് ഐറ്റംസ് ഒന്ന് പരിചയപ്പെടാം. ഫസ്റ്റ് ഐറ്റം ഇത് തന്നെ, വളരെ ചെറിയൊരു നമ്മുടെ ഫോൾഡബിൾ ആയിട്ടുള്ളൊരു ടേബിൾ ലാമ്പ്, ഒരു റീഡിംഗ് ലാമ്പാണ്. ഒബ്വിയസ്ലി ഇത് ഡെഡാണ്. ഒന്നും സംഭവിക്കുന്നില്ല പ്രസ് ചെയ്തിട്ട്. അപ്പോൾ ഡെഡായിട്ടുള്ളൊരു ലാമ്പ്. ഇതൊക്കെ വളരെ തുച്ഛമായ റേറ്റ് ആയിട്ടുള്ളൂ ഇതിനൊക്കെ. മൊത്തത്തിൽ വളരെ ചെറുതാണ്. ഇവിടെ കാണുമ്പോൾ തന്നെ അറിയാം ചാർജിങ് പോർട്ടൊക്കെ അവിടെയുണ്ട്. അപ്പോൾ ഇതിൻ്റെ എല്ലാം ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ഞാൻ വഴിയേ ചെയ്യാം. നമ്മുടെ ഇതൊക്കെ വർക്കാക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ ഇത് കംപ്ലയിൻ്റ് ആണോ, എന്താണ് ഇതിൻ്റെ പ്രശ്നം എന്നൊക്കെയുള്ളത് നമുക്ക് വഴിയെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് കാണാം. ഇത് ജസ്റ്റ് നിങ്ങളെ പെട്ടെന്ന് പരിചയപ്പെടുത്തുന്നത് മാത്രമാണ്. അപ്പോൾ ഇതൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഇതിൻ്റെയൊക്കെ കവറും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഇതൊക്കെ അധികം യൂസ്ഡ് ഐറ്റംസ് എന്നൊക്കെ വേണേൽ പറയാം. കാരണം ഇതൊക്കെ ഈ സ്ക്രാച്ചൊക്കെ ആ ചാക്കിനകത്ത് നിന്ന് പറ്റിയതാണ്. ഒരു ചാക്ക് പോലും സംഭവത്തിനകത്ത് ഇങ്ങനെ കെട്ടി കുറേ ഐറ്റംസ് വെച്ചിട്ടുണ്ട്. ഒരു ടൈപ്പ് ഇത് മാത്രമല്ല, പല ടൈപ്പ് എമർജൻസി ആയിട്ടുള്ളതാണ് ഒരു ചാക്ക് പോലെ സംഭവത്തിനകത്ത് വെച്ചിട്ടുണ്ട്. വേറെ ഇതിനകത്ത് കുറേ കേബിളുള്ളത്. ഈ കേബിളൊക്കെ അങ്ങനെ ഞാൻ വാങ്ങിയ കേബിളുകളാണ്. ഈ കേബിളൊക്കെ ഇതിന് 10 രൂപ വെച്ചിട്ട് ആണ് ഞാൻ കൊടുത്തത്. 10 രൂപ വെച്ചിട്ടാണ് ഓരോ കേബിളും കൊടുത്തത്. അപ്പോൾ അങ്ങനെ ഓരോ കാറ്റഗറൈസ് ചെയ്തിട്ടാണ് വെച്ചിരിക്കുന്നത്. ഇത് സ്പീക്കറുകളുടെ കൂടെ നിന്ന് കിട്ടിയതാണ്. ബ്ലൂടൂത്ത് സ്പീക്കറാണ്. ഐനെക്സ്റ്റ് എന്ന് പറയുന്നൊരു കമ്പനി. ഇത് അങ്ങനെ പരിചയമൊന്നും ഇല്ല ഈ കമ്പനി. ഐനെക്സ്റ്റ് എന്ന് പറയുന്നൊരു കമ്പനിയാണ്. ഇത് ഓണും ഓഫ് ഇതൊന്നും ആവുന്നില്ല, വർക്ക് ആവുന്നില്ലാത്തൊരു സാധനമാണ്. ഡെഡ് തന്നെയാണ്. അപ്പോൾ ഡെഡ് കണ്ടീഷനിലാണ് ഞാനിത് വാങ്ങിയിരിക്കുന്നത്. തരക്കേടില്ലാത്ത കണ്ടീഷനാണ്. തീർത്തും മോശം എന്ന് പറയാനില്ല, എന്നാലും യൂസ്ഡ് ആണെന്ന് തോന്നുന്നു. ആരും വാങ്ങിയിട്ട് ഉപേക്ഷിച്ച ഐറ്റം പോലൊക്കെ തോന്നുന്നുണ്ട് കണ്ടിട്ട്. സെക്കൻഡ് ഹാൻഡ് ഐറ്റം പോലൊക്കെ തോന്നുന്നുണ്ട്. ഇതാണ് ഐറ്റം. ഫോക്കസ് ആവുന്നില്ല. എന്തായാലും ഇതാണ് ഐറ്റം. ഇവിടെ ഓൾറെഡി ആരൊക്കെയോ ഇത് റിപ്പയറിങ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് തുറക്കാനൊക്കെ ശ്രമിച്ചിട്ടുണ്ട്. കണ്ടോ, അതിന് ഓൾറെഡി ഉള്ള സൈൻസൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ ഇത് നന്നാക്കാനൊക്കെ നോക്കിയ ഐറ്റമാണെന്നൊക്കെ തോന്നുന്നു കണ്ടിട്ട്. എന്തായാലും നമുക്ക് നോക്കാം റിപ്പയർ ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇത് ഉപേക്ഷിച്ചത്. വിൽ സി. അതാണ് രണ്ടാമത്തെ ഐറ്റം. ഇതിന് ഏകദേശം എനിക്ക് തോന്നുന്നു 150 റുപ്പീസ് എടുത്ത് കൊടുത്തിട്ടുണ്ട് ഞാൻ. പിന്നെ കുറേ കേബിളുകൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പല ടൈപ്പ് കേബിളൊക്കെ 10 രൂപ. എല്ലാത്തിനും ഏത് കേബിൾ എടുത്താലും 10 രൂപ എന്നുള്ള റേറ്റ് ആയിരുന്നു. ഇതൊരു മൈക്കിൻ്റെ കണക്ടറാണ്. XLR to നമ്മുടെ മിനി ഓഡിയോ ജാക്ക് കണക്ടറാണിത്. പുതിയ കണക്ടറാണ് കേട്ടോ. ഇതൊക്കെ കവർ ഉണ്ടായിരുന്നു ഇതിനൊക്കെ. കവർ ഞാനാണ് പൊട്ടിച്ചത്. ഇതാണ് ഐറ്റം. കണ്ടോ, ഇത് കവറിലിരുന്ന ഐറ്റമാണ്. കവർ ഞാനാണ് പൊട്ടിച്ചത്. കണ്ടല്ലോ. അപ്പം ഇതിനകത്തൊരു കണക്ടറുണ്ട്. ഇതൊക്കെ അതിൻ്റെ കൂടെ ഫ്രീ ആയിട്ട് കിട്ടിയതാണ് സത്യം പറഞ്ഞാൽ. നമ്മുടെ നോർമൽ
ജാക്കിൽ നിന്ന് മിനി ജാക്കിലേക്ക് കൺവേർട്ട് ചെയ്യുന്നൊരു അഡാപ്റ്ററും ഇതിൻ്റെ കൂടെയുണ്ട്. ഇത് മേടിച്ചപ്പോൾ ഉണ്ടായിരുന്നല്ല, ഇത് ഞാൻ അല്ലാണ്ട് എക്സ്ട്രാ എടുത്താണേ. അപ്പോൾ ഒരു മൈക്ക് കേബിള്, നമ്മുടെ ബ്ലൂടൂത്ത് മൊഡ്യൂളിൽ ഇപ്പോൾ വരുന്നതിനകത്തൊക്കെ മൈക്ക് കരോക്കെ ഓപ്ഷൻ ഉണ്ടല്ലോ. അപ്പോൾ മൈക്ക് എനിക്ക് പറഞ്ഞാൽ സെക്കൻഡ് കിട്ടാനുള്ളൊരു ചാൻസ് ഉണ്ട്. സെക്കൻഡ് മൈക്ക് പറഞ്ഞിങ്ങനെ കണ്ടുവച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് ഞാൻ എടുത്തത്. പിന്നെ ഉള്ളത് ഇതാ കുറച്ച് USB കേബിളുകൾ. ഇതെല്ലാം പുതിയ കേബിളാണ്. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇതെല്ലാം കവറിനകത്തിരുന്ന കേബിളുകളാണ്. ഇതെല്ലാം വർക്കിംഗ് ആണ്. ഞാൻ പവർ ബാങ്കിൽ കുത്തി ചെക്ക് ചെയ്തെടുത്ത കേബിളുകളാണ്. ഇതൊക്കെ പുതുപുത്തൻ കേബിളുകൾ. കവർ പൊട്ടിച്ച് ഞാനാണ്. അതാണ് ഞാൻ ഉറപ്പ് പറയാൻ കാര്യം. 2 സാധാരണ മൈക്രോ USB കേബിൾ. ഇതൊരു കറുപ്പും ഒരു ചുമപ്പും 2 കേബിളുകൾ. ഈ കറുപ്പിന് ഒത്തിരി പഴക്കമുണ്ട്. കാരണം ഇത് പ്ലാസ്റ്റിക് കട്ടിയായി. നമ്മൾ ഒരുപാട് നാൾ എടുക്കാതിരുന്നിട്ട് ഈ പ്ലാസ്റ്റിക് ചീപ്പായിട്ടുള്ള പ്ലാസ്റ്റിക് ആയതുകൊണ്ട് തന്നെ ഒരുപാട് കാലം എടുക്കാതിരിക്കുമ്പോൾ അത് കട്ടിയാവില്ലേ. അപ്പോൾ അങ്ങനെ കട്ടിയായിട്ടുണ്ട് ഈ പ്ലാസ്റ്റിക്. നല്ല കട്ടിയായി. അത്ര ക്വാളിറ്റിയുള്ള ഐറ്റം അല്ല, എന്നാൽ പോലും 10 രൂപയ്ക്ക് എന്ത് ക്വാളിറ്റി നോക്കാനാണ്. പിന്നെ നമ്മുടെ AV കേബിൾ രണ്ട് പേർ. എഗെയിൻ ഇതൊക്കെ പുതുപുത്തൻ കേബിളുകളായിരുന്നു. കവർ ഒട്ടിച്ച ഞാനാണ്. പുതുപുത്തൻ AV കേബിളുകൾ. ചെളിയൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ കാരണം ഒരു ഇതിൻ്റെ ഇത് ഞാൻ എടുത്ത വഴി ഇത് തറ ചാടിയായിരുന്നു. തറയെന്ന് വെച്ചാൽ അത്യാവശ്യം ചെളിയുള്ള രീതി തന്നെ ചാടി. കുറച്ച് സാധനം ഒരുമിച്ച് അക്കൂട്ടത്തിൽ പെട്ടതാണിത്. അല്ലാതെ ഇത് വേറെ പ്രശ്നമൊന്നുമില്ല. ഇതാണ് സംഭവം. ഇതെനിക്ക് ഫ്രീ കിട്ടിയതാണേ. ഫ്രീ കിട്ടിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതെങ്ങനെ ഞാൻ എടുത്ത സാധനമല്ല, ഇത് എങ്ങനെയോ ഇതിൻ്റെ കൂട്ടത്തിൽ വന്ന് പെട്ടതാണ് ഈ ഐറ്റം. ഇത് ഈ ചീപ്പായിട്ടുള്ള നമ്മുടെ മെമ്മറി കാർഡ് ഇട്ട് പാട്ട് കേൾക്കാം, മെമ്മറി കാർഡ് മാത്രം ഇട്ട് പാട്ട് കേൾക്കാൻ പറ്റുന്നൊരു ടൈപ്പ് ഐപോഡിൻ്റെ ഒരു ചെറിയ ഡ്യൂപ്ലിക്കേറ്റ് സാധനം ഉണ്ടായിരുന്നല്ലോ. അതിൻ്റെ കൂടെ ഫ്രീ ആയിട്ട് വന്നുകൊണ്ടിരുന്ന ടൈപ്പ് ചീപ്പ് ഹെഡ്സെറ്റാണിത്. മൈക്കൊന്നുമില്ല, ജസ്റ്റ് സ്പീക്കർ മാത്രമുള്ള. ഇത് ഞാൻ വാങ്ങിയതല്ല, ഇതെങ്ങനെയോ ഇതിനകത്ത് പെട്ടതാണ്. വാരി ഇട്ടപ്പോൾ പെട്ടതായിരിക്കും. കൂടൊന്നും എൻ്റെ ഉണ്ടായിരുന്നില്ല, പുള്ളിയുടെ ഒരു കൂടി ഞാൻ വാങ്ങിച്ചാണ്. മേ ബി അതിനകത്ത് കിടന്നതാവാം. ഇതെങ്ങനെയോ എൻ്റെ കയ്യിൽ പെട്ടതാണ്. ഞാൻ വാങ്ങിയ സാധനമല്ല എന്തായാലും. അപ്പോൾ എനിവേ അത് അപ്പോൾ കേബിൾസ് എല്ലാം കഴിഞ്ഞു, ഇതെല്ലാം കഴിഞ്ഞു. ഇനി ഞാൻ മെയിനായിട്ട് വാങ്ങാൻ ഉദ്ദേശിച്ച സാധനം ഇത് 2 ഐറ്റംസാണ്. അപ്പം ഈ ഐറ്റംസിൻ്റെ പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഒരു പെയറായിട്ട് ഇങ്ങനെ വെച്ചിരുന്നതാണ്. വർക്കിംഗ് ഗ്യാരണ്ടി ഒന്നുമില്ല. സാധനം ഇങ്ങനെ തന്നെ സെയിലാവുന്ന രീതിയിലാണ് വെച്ചിരുന്നത്. ഇത് ഐറ്റം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2 ഐറ്റം ഉണ്ട് കേട്ടോ. HDMI സ്പ്ലിറ്ററാണ് ഐറ്റം. 4K HDMI സ്പ്ലിറ്റർ. ഒരു ഇൻപുട്ടും 8 ഔട്ട്പുട്ടും. നമ്മുടെ വീഡിയോ കോളൊക്കെ ചെയ്യുന്നവർക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള സംഭവമാണ്. ഒരു ഇൻപുട്ട് 8 TVയിലേക്ക് നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അതുപോലെ കല്യാണ മണ്ഡപത്തിലൊക്കെ ഒരേ സമയം ഒരു വീഡിയോ എടുത്തത് എല്ലാ TVയിലും, കല്യാണ മണ്ഡപത്തിന് എല്ലാ LED TVയിലും കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഈ HDMI സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കണമല്ലോ. അതിന് വേണ്ടുന്ന ഐറ്റമാണ് ഈ സാധനം. അപ്പം ഞാൻ ശരിക്കും എനിക്ക് ഈ സാധനം കൊണ്ട് വലിയ പ്രയോജനമൊന്നുമില്ല. ഈ സ്പ്ലിറ്റർ കൊണ്ട് വലിയ പ്രയോജനമൊന്നുമില്ല. കാരണം നമ്മൾ അങ്ങനത്തെ പരിപാടിയൊന്നും ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ സ്പ്ലിറ്റർ മാത്രമായിട്ട് കൊടുക്കില്ല. കാരണം എൻ്റെ ഉദ്ദേശം ഇതായിരുന്നു. ഈ പവർ സപ്ലൈക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ശരിക്കും ഈ സാധനം വാങ്ങിച്ചത്. കാരണം ഇതിന് എങ്ങാണ്ട് 150 രൂപയാണ് ഒരെണ്ണത്തിന് കൊടുക്കേണ്ടി വന്നത്. ഇത് 5 വോൾട്ട് 3 ആംപിയറിൻ്റെ ഒരു പവർ സപ്ലൈ ആണ്. ലൈറ്റ് ഓൺ ബ്രാൻഡഡ് സാധനമാണ്. 15 വാട്ട്സിൻ്റെ ലൈറ്റ് ഓൺ ബ്രാൻഡഡ് സാധനമാണിത്. അപ്പം ഈ പവർ സപ്ലൈക്ക് വേണ്ടിയിട്ടാണ് എനിക്ക് ഇതും കൂടെ വാങ്ങിക്കേണ്ടത്. കാരണം ഇത് ഇങ്ങനെ ഇത് കണ്ടോ, ഇതുപോലൊരു ബണ്ടിലാക്കി വെച്ചിരുന്നത്, ടേപ്പ് ഒട്ടിച്ചൊരു ബണ്ടിലാക്കി വെച്ചിരുന്നതാണ്. ഞാൻ പുള്ളി ചോദിച്ചു ഇത് മാത്രമായിട്ട് തരുമെന്ന് ചോദിച്ചു. പുള്ളി പറഞ്ഞില്ല, ഇത് മൊത്തം എടുക്കണമെന്ന് പറഞ്ഞു, ഫുൾ ഐറ്റം. അപ്പോൾ എനിവേ 150 രൂപയുടെ കേസല്ലേ ഉള്ളൂ. വർക്ക് ചെയ്താൽ നല്ലത്. അതുകൊണ്ട് 2 ഐറ്റം 300 രൂപ തോന്നുന്നു. മൊത്തം കൂടെ എനിക്ക് എല്ലാം കൂടെ ഒരു 400-450 രൂപയിൽ ഇത്ര ഐറ്റംസ് ഞാൻ എടുത്തു. ശരിക്കും അത്രയും വില നിങ്ങൾക്കൊരു പക്ഷേ തോന്നും, കണ്ടമാനം പൈസ ആയും തോന്നും. പക്ഷേ ഇത് ലൈറ്റ് ഓൺ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ഒരു ചാർജർ വാങ്ങിക്കണമെങ്കിൽ തന്നെയുള്ള റേറ്റ് വളരെ വളരെ കൂടുതലാണ്. 150 രൂപയ്ക്ക് ഈ ചാർജറും ഈ സാധനവും കിട്ടിയില്ലേ. ഇതെനിക്ക് വലിയ പ്രയോജനമില്ല. എന്നാൽ പോലും ഇതൊക്കെ ഇതൊക്കെ യൂസ്ഫുൾ ആയിട്ടുള്ള ആർക്കെങ്കിലും കൊടുക്കുകയാണെങ്കിൽ അവർക്ക് അത്യാവശ്യം നല്ല റേറ്റിൽ ഇത് യൂസ് ചെയ്യാൻ പറ്റും. ഇത് വർക്കിംഗ് ആണെന്ന് എനിക്കറിയത്തില്ല. ഇത് വർക്കിംഗ് അല്ലെങ്കിലും എനിക്ക് പ്രശ്നമില്ല. കാരണം എൻ്റെ മെയിൻ ഉദ്ദേശം ഈ അഡാപ്റ്റർ ആയിരുന്നു. അതുകൊണ്ട് തന്നെ അത് എനിക്ക് സെറ്റാണ്. ഇതൊന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. 8 മോണിറ്ററൊന്നും എൻ്റെ കയ്യിൽ ഉണ്ടാവില്ല. ഒരു ഇൻപുട്ട് കൊടുത്ത് എല്ലാത്തിലും കിട്ടുന്നുണ്ടെന്ന് നോക്കാമല്ലോ. അങ്ങനെ നമുക്ക് ചെക്ക് ചെയ്യാം. ഇത് സെയിം ഐറ്റം തന്നെ. ഇത് രണ്ടും കൂടെയാണ് 300 രൂപ എനിക്ക് ഏറ്റവും കൂടുതൽ ചിലവ്. ഇത് രണ്ടും 300, ഇത് 150. ബാക്കി എല്ലാം കൂടെ 100 രൂപ താഴെ റേറ്റ്, 100 സംതിങ് അങ്ങോട്ട് ആയിട്ടുള്ളൂ. അപ്പോൾ ഇതും എഗെയിൻ ലൈറ്റ് കൊണ്ട് തന്നെ 5 വോൾട്ട് 3 ആംപ്സ് 15 വാട്ട്സിൻ്റെ ഒരു ചാർജറാണ്. ഫോക്കസ് 5 വോൾട്ട് 3 ആംപ്സ് 15 വാട്ട്സിൻ്റെ ചാർജറാണിത്. അപ്പോൾ എഗെയിൻ സെയിം ഐറ്റമാണ്. വീഡിയോ സ്പ്ലിറ്ററാണ്. ഇത് ഇൻപുട്ട് വരുന്നത് ഇതിൻ്റെ കോഡ് AC കോഡ് വെച്ചിട്ടാണ് ഇതിൻ്റെ ഇൻപുട്ട് വരുന്നത്. ഇത് ഈ ടൈപ്പ് കണക്ടറാണ് ഇതിൻ്റെ ഇൻപുട്ട് വരുന്നത്. ലൈറ്റ് ഓൺ എൻ്റെ ഏസറിൻ്റെ ലാപ്ടോപ്പിൻ്റെ ചാർജർ ഈ ലൈറ്റ് ഓൺ ബ്രാൻഡിൻ്റെയാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇത് ഇത്ര മോശം സാധനമല്ല.
ഞാൻ പറയാൻ കാര്യം. ചൈനീസ് ഐറ്റമാണ്, പക്ഷേ അടിപൊളി ഐറ്റമാണ് കേട്ടോ. ഈ വിലയ്ക്ക് എന്തായാലും ഈ ബ്രാൻഡിൻ്റെ ഒരു 5 വോൾട്ടിൻ്റെ ചാർജർ കിട്ടുക എന്ന് പറഞ്ഞാൽ വളരെ സെറ്റപ്പാണ്. അപ്പോൾ ഇത്രയും ഐറ്റംസാണ് നമുക്ക് ഈ പ്രാവശ്യം ഞാൻ വാങ്ങിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് സ്ക്രാപ്പ് എന്ന് പറയാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഒരു തരത്തിൽ സ്ക്രാപ്പാണ് ഈ ഐറ്റംസൊക്കെ. പക്ഷേ എന്താ പറയുക, നമ്മളെ സംബന്ധിച്ചിടത്തോളം സ്ക്രാപ്പ് എന്ന് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. കാരണം നമുക്കിത് റിപ്പയർ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നമുക്കിത് പലതും യൂസ്ഫുള്ളാണ്. സ്ക്രാപ്പ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ എന്തായാലും ഈ ഐറ്റംസിൻ്റെ എല്ലാം ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റിവ്യൂ നമ്മുടെ ചാനലിൽ വരുന്നതാണ്. ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നമ്മുടെ ഐറ്റംസ് ഇതൊക്കെ റിപ്പയർ ചെയ്യാൻ പറ്റും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അപ്പം നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമുക്ക് വഴിയെ നമ്മുടെ ചാനലിൽ കാണാം. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. ബൈ.